ഫോറക്സ് ട്രേഡിംഗിൽ നമ്മളെപ്പോലെയുള്ള റീറ്റെയിൽ ട്രേഡേഴ്സിന്റെ സ്റ്റോപ്പ് ലോസുകൾ ഇന്റൻഷ്യലി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹണ്ട് ചെയ്യുന്നു എന്നൊരു പൊതുവായിട്ടുള്ള ഒരു തെറ്റിദ്ധാരണ ഇപ്പോഴും ഉണ്ട്. ആക്ച്വലി മാർക്കറ്റ് മേക്കേഴ്സ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഹെഡ്ജ് ഫണ്ട്സിനും നമ്മളെപ്പോലെയുള്ള റീറ്റെയിൽ ട്രേഡേഴ്സിന്റെ സ്റ്റോപ്പ് ലോസുകൾ ഇന്റൻഷ്യലി ഹണ്ട് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് ഉപകാരങ്ങളൊന്നുമില്ല. കാരണം 2022 ഡാറ്റാസ് വെച്ച് പറയുമ്പോൾ ഫോറക്സ് മാർക്കറ്റിലെ ഡെയിലി ട്രേഡിംഗ് വോളിയം ഏകദേശം $7.5 ട്രില്യൺ ആണ്. അതിലേക്ക് നമ്മളെപ്പോലെയുള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ള റീറ്റെയിൽ ട്രേഡേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വെറും 5 to 7% മാത്രമാണ്. അതായത് ഏകദേശം $375 ബില്യൺ മുതൽ $525 ബില്യൺ വരെ മാത്രമാണ്. അതായത് ടോട്ടൽ വോളിയത്തിന്റെ 10% പോലും നമ്മളെ പോലെയുള്ള റീറ്റെയിൽ ട്രേഡേഴ്സ് മാർക്കറ്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. സോ അങ്ങനെയാണ് ഡാറ്റാസ് എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് നമ്മളെ പോലെയുള്ള റീറ്റെയിൽ ട്രേഡേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്? ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടെ നേരിടുന്നത് മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ തന്നെയാണ്. ഇനി നമ്മളെ പോലെയുള്ള റീറ്റെയിൽ ട്രേഡേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളിവിടെ നമ്മളുടെ ലെവലിലുള്ള റീറ്റെയിൽ ട്രേഡേഴ്സിനെ മാത്രമല്ല നമ്മളുടെ സ്വന്തം സൈക്കോളജി, മാർക്കറ്റിൽ ഒഴിവാക്കേണ്ടതായിട്ടുള്ള നമ്മളുടെ പേഴ്സണൽ ബാഡ് ഹാബിറ്റ്സും ആണ് നമ്മളിവിടെ ഫൈറ്റ് ചെയ്ത് വിൻ ഓവർ ചെയ്യേണ്ടത്.